ചെറിയൊരു ഷോർട്ട് ടിപ്പ് എന്നാണ് പോയി ഷെയർന്നൊക്കെ വരുന്നുണ്ട്. നാക്ക് കുഴയുന്നുണ്ട് ഗൈസ്. അങ്ങനെ നാളെ ഒരു ട്രിപ്പ് പോകാനുള്ള പരിപാടിയിലാണ്. പാക്കിംഗ് ഇനി വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്പം സമയം കറക്റ്റായിട്ട് 8:50 രാത്രി. രാവിലെ 7:15 വീട്ടിൽ നിന്ന് തിരിക്കണം. ഇനി വേണം പാക്കിംഗ് ഒക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. ചെറിയൊരു ടിപ്പ് എന്നാണ് പോയി ഷെയർന്നൊക്കെ വരുന്നുണ്ട്. നാക്ക് കുഴയുന്നുണ്ട് ഗൈസ്. ചെറിയൊരു ഷോർട്ട് ട്രിപ്പ് 2 ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ പാക്കിംഗ് പരിപാടി ഇനി വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഹാപ്പിക്കുട്ടൻ ഒന്ന് ഉറങ്ങി എണീറ്റ് അവിടെ കിടക്കുകയാണ് ആൾ. ഞാൻ ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ എടുത്തു. ഇനി പോയി എല്ലാം ഒന്ന് അടുക്കി സെറ്റ് ചെയ്യണം. അപ്പം നമുക്ക് പോയി അടിക്കാലോ. വായോ ഹാപ്പിയുടെ ഹാപ്പി ട്രോളിയുടെ ഒരു സൈഡിൽ ഹാപ്പിയുടെ സാധനങ്ങളൊക്കെ അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് അത് ഫുള്ള് നിറഞ്ഞു. അവൻ്റെ A-to-Z സാധനങ്ങൾ എടുത്തിട്ടുണ്ട് എല്ലാം. പണ്ടാണെങ്കിൽ ഞങ്ങൾ 2 സാധനം മാത്രം നോക്കിയാൽ മതി. ഇപ്പം അങ്ങനെ അല്ലല്ലോ. സോ അവൻ്റെ സാധനങ്ങളൊക്കെ വെച്ചപ്പോൾ ട്രോളിയുടെ ഒരു സൈഡ് ഫുള്ള് നിറഞ്ഞു. എന്നിട്ട് ബാക്ക് ടു നമ്മളുടെ തിങ്സിൽ വന്നു. ഇവിടെ ഞങ്ങളുടെ എല്ലാം അടുക്കി വയ്ക്കുകയാണ് സാധനം. എനിക്ക് തോന്നുന്നു ഇതൊന്നും തികയത്തില്ലെന്നാണ് തോന്നുന്നത്. അല്ലെ 2 ദിവസത്തെ ട്രിപ്പിനാണ് ഏട്ടാ ഞാൻ ഈ കെട്ടിപ്പറക്കുന്നത്. എന്നാലും എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് വേണമല്ലോ. അത്യാവശ്യ സാധനങ്ങളെല്ലാം നമുക്ക് അവിടെ പോയി അവൈലബിൾ ആയിട്ടുണ്ടാവത്തില്ല. അപ്പോൾ എല്ലാം ഞാനിങ്ങനെ എടുത്ത് വെക്കുകയാണ് അടുക്കി. അങ്ങനെ ഫൈനലി ഇപ്പോൾ ട്രോളിയൊക്കെ സെറ്റായി. സമയം നോക്കിയപ്പം പാതിരാത്രി 12 മണി. വെളുപ്പാങ്കാലം 5 മണിക്ക് വീണ്ടും എണീക്കണം. അപ്പം ഗുഡ് നൈറ്റ്. രാവിലെ കാണാം. യെസ്, രാവിലെ സമയം 7:04 പോണേ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. യെസ്, ഹാപ്പിയും റെഡിയായി. ഞങ്ങളിറങ്ങി പെട്ടിയൊക്കെ എടുത്ത് ഇതാ റെഡിയായി ഇരിപ്പാണ്. ഇനിയിപ്പം ക്യാബ് വരും. സോ അതിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോവാണ്. യെസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ട്രിപ്പിന് പോകാൻ. ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. എങ്ങനെ വാ വിനയ് ബ്രോ, സേ ഹലോ. നോ ഹായ്. ഇത് കണ്ടോ, ഞങ്ങൾ ക്യാബ് കയറി ആ സമയം തൊട്ട് തന്നെ ഒരാൾ ഇവിടെ അവൻ്റെ ഡാഡിയുടെ ബ്യൂട്ടി നോക്കിയിരിക്കുകയാണ്. അച്ഛൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണ് കുട്ടി. അപ്പോഴേ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഗൈസ്. ട്രെയിനിൽ വന്ന് നിൽക്കുകയാണ്. ഇനി ഇതിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. കണ്ടാ ശരി, സ്മൈൽ. ഞങ്ങൾ ട്രെയിനിൽ കയറാൻ പോവുകയാണ്. യെസ്, കയറി. ഇപ്പം എടുക്കും. ഇനി ഒരു 1/2 മണിക്കൂറും കൂടെ ഉണ്ട്. ഫൈനലി ട്രെയിനിൽ കയറി. ചിച്ചാണി ഇവിടെ ജാടി കാപ്പിക്കുട്ടി ഞങ്ങൾ എത്താറായി. ഇനി ഒരു 10 മിനിറ്റിൽ നമ്മളിപ്പോൾ ഇറങ്ങും. ആദ്യം 2 ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ. ഞങ്ങൾ നാട്ടിൽ വരുന്നതിന് മുമ്പും ഹാപ്പി ജനിച്ച ശേഷവും ലോങ് ട്രിപ്പ് ഇതുവരെ ചെയ്തിട്ടില്ല. ഒരിടത്തും സ്റ്റേ ചെയ്ത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ അങ്ങനെ ലോങ് ട്രിപ്പ് ചെയ്യാതിരിക്കുന്നത് വിത്ത് ഹാപ്പി. അത് യെസ്, അവരും വരുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ ഇറങ്ങാറായി. ഞങ്ങൾ ഇവിടെ എത്തി. ടാക്സിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്.
ആക്ച്വലി ഒരു ടാക്സി വന്നു, പക്ഷേ നമ്മൾ 2 ഫാമിലിക്ക് കയറാൻ പറ്റാത്തത് കൊണ്ട് അവർ ആദ്യം പോയി, വീണ്ടും ആ ടാക്സി റിട്ടേൺ വരും. അപ്പോൾ അതിൽ പോകാം എന്ന് വെയിറ്റിംഗ് ആണ്. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. ഐ തിങ്ക് 15-13 ഡിഗ്രി എങ്ങാണ്ടാണ്. നല്ല തണുപ്പുണ്ട്. യെസ്. അപ്പം ഇന്ന് ഞങ്ങൾ പോകുന്നത് സൂവിലാണ്. അവിടുത്തെ ഡേ 1 ഇന്ന് നാളെയും കൂടെ. നാളെ വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ പോകും. ഇതാണ് പ്ലാൻ ഇപ്പോഴത്തെ. അപ്പം ഈ ട്രിപ്പ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം ഇനി അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ. പിന്നെ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയ വീട്ടിൽ നിന്ന്. ഇനി അവിടെ പോയിട്ട് റൂം ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി ഒന്ന് ഫ്രഷായി ഒന്ന് ലഗേജൊക്കെ ഫിക്സ് ചെയ്തിട്ട് വേണം പുറത്ത് പോവാൻ വേണ്ടിയിട്ട്. കണ്ട വീട് കൊള്ളാല്ലേ, അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള വീട്, കുഞ്ഞു ഹട്ട് പോലെ. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട്. ഇവിടെയാണ് ഞങ്ങളുടെ സ്റ്റേയിങ് സ്ഥലം. ഇതിലേത് ഹട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണേന്ന് ഐഡിയയില്ല. ഇനി പോയി നോക്കണം. എനിക്ക് തോന്നുന്നു അപ്പുറത്തിരിക്കുന്നതാണെന്ന് തോന്നുന്നു. യെസ്, ഇതാണ് നമ്മളെ വീട്. ഇവിടെയാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. അടിപൊളിയായിട്ടുണ്ട് അല്ലേ, എനിക്കിഷ്ടപ്പെട്ടു. വീട് ഓപ്പൺ ആവുന്നില്ല ഗൈസ്. എന്താണ് പ്രശ്നം എന്നറിഞ്ഞൂടാ. ഓപ്പൺ ആയാ? ഓപ്പൺ ആവുന്നില്ല. ബേബി ബെഡൊക്കെ ഉണ്ട്. 2 റൂമുണ്ട്. ഇത് ഹാള്, പിന്നെ ഇതൊരു റൂമ്. യെസ്, ഇവിടെ കബോർഡ്. ഇവിടെ ഒരു റൂമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹാള് കഴിഞ്ഞ ഇത് ബാത്റൂം. യെസ്, ബാത്റൂം കോമൺ ബാത്റൂമാണ്. പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്. യെസ്, അങ്ങനെ അടിപൊളിയായിട്ടുണ്ട്. നമ്മളെ സ്റ്റേയിങ് സ്ഥലം. ഇവിടെ കിച്ചൺ, ഇവിടെ നമുക്ക് കുക്കൊക്കെ ചെയ്യാം. കിച്ചൺ ഒരു സംഭവമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റിനാണ് കഴിക്കാൻ പോകുന്നത്. ഇവിടെ എത്തി. ഇപ്പോൾ അകത്ത് പൊക്കോണ്ടിരിക്കുന്നു ഗൈസ് കുട്ടി. നല്ല വ്യൂ അല്ലേ, അടിപൊളി വ്യൂ ആണ്. ഒരാളിവിടെ കിടന്നിട്ട് മണ്ടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ലീഫ് അല്ലെങ്കിൽ ആ ലൈറ്റ് എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയമായി. യെസ്, ഇപ്പൊ ഇപ്പുറത്തെ ലൈറ്റിൽ വന്നു. ഇവിടെ ആക്ച്വലി ബൊഫേ ഐറ്റംസ് ആണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള എടുത്ത് കഴിക്കാം. ബൊഫേ ഐറ്റംസ് ആണുള്ളത്. ഇതൊക്കെയാണ് ഗൈസ് ഇവിടെ ഉള്ള ഫുഡ് ഐറ്റംസ്. പിസ്സയൊക്കെ ഉണ്ട്. യെസ്, അടിപൊളിയായിട്ടില്ലേ കാണാൻ. എനിക്കാണെങ്കിൽ നാക്കിൽ വെള്ളം ഊറിയിട്ട് വയ്യ ഗൈസ്. കണ്ടപ്പോൾ തിന്നാൻ തോന്നുന്നു ഇതൊക്കെ. നല്ല പച്ചക്കറി തോട്ടത്തിൽ നോക്കുന്ന പോലെ ഉണ്ട്. ഇതാണ് നമ്മളുടെ ലഞ്ച് ഗൈസ്. ഞാനും ഫിഷ് എടുത്തു. പക്ഷെ സംഭവം എന്തെന്ന് വെച്ചാൽ എനിക്ക് ഒടുക്കത്തെ സ്മെല്ലായിരുന്നു. അവിടെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ നിർബന്ധിതമായിട്ട് ഫ്രഞ്ച് ഫ്രൈസും ചിക്കനും എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു ഗൈസ്. ഇവിടെ വേറെ ഒന്നുമില്ല. പിസ്സ ഉണ്ട്. പിസ്സ ഭയങ്കര ഹാർഡായിരുന്നു. അതുകൊണ്ട് ഒരു രക്ഷയില്ല. ഹെൽത്തി ആയിട്ട് ഒരു അവസ്ഥ ഒന്നുമില്ല. സാലഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഇത് എടുക്കേണ്ടി വന്നു. അപ്പം ഇറ്റ്സ് അവർ ലഞ്ച് ടൈം. ഫ്രണ്ട്സ് അവിടെ ലഞ്ച് എടുക്കാൻ പോയിരിപ്പാണ്. ഹാപ്പി ഒരു ഉറങ്ങി എഴുതിയതായിരിപ്പാണ്. അവർ ലഞ്ച് ടൈം.
ഫുഡ് കഴിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഫുഡ് കഴിച്ചപ്പോൾ എന്തോ ലൈക്ക് നമ്മൾ വോമിറ്റിംഗ് സെൻസേഷൻ പോലെയൊക്കെ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നന്നായിട്ട് കഴിക്കാൻ പറ്റിയില്ല. ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ. വാരി വലിച്ചെടുത്തു, ആക്രാന്തം മൂത്തെടുത്തു, പക്ഷെ ഒന്നും തിന്നാൻ പറ്റില്ല. അതാണ് സത്യം. ഇപ്പോൾ ഇതാ പൊക്കോണ്ടിരിക്കുന്നു. സഫാരിക്കാണ് പോകുന്നത്. ആൻഡ് ഞാൻ ഇന്ന് മൈക്ക് എടുത്തിട്ടില്ല, മീൻസ് ഉണ്ട്, ബാഗിലാണ്. സോ ഞാൻ നോർമൽ എൻ്റെ വോയിസിലാണ് സംസാരിക്കുന്നത്. അപ്പം സൈഡിലും ഇരയിലൊക്കെ കേൾക്കാം. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അങ്ങനെ സവാരിക്ക് പോകാൻ വേണ്ടി വല്ല വിധേന തല മുട്ടാണ്ടൊക്കെ ബസ്സിൽ കയറി നല്ല അടിപൊളി പൊക്കം ഉണ്ടായിരുന്നു. ഇവിടെ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീനാണ് ഇത്. ജിറാഫ് സഫാരിക്ക് വണ്ടി വരുന്നവർക്കൊക്കെ അകത്ത് തലയിട്ട് ഫുഡ് കൊടുക്കുകയാണ് വരുന്നവർക്ക്. ഇതിലെനിക്ക് പോകണമെന്നുണ്ടായിരുന്നു. ഇവിടെ സ്പെഷ്യൽ ടിക്കറ്റാണ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് അന്വേഷിച്ചപ്പോൾ ടിക്കറ്റും കിട്ടിയില്ല. പിന്നെ കുഞ്ഞു കുട്ടികൾ അലൗഡ് അല്ല എന്നും പറഞ്ഞു. ഇത് കണ്ടാ കുരങ്ങ് മുകളിൽ പോയി ഫ്രൂട്ടാണെന്ന് തോന്നുന്നു പറിച്ചിട്ട് താഴെ വന്നിരുന്നു. അതിൽ പൊടിയോ അഴുക്കോ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അത് തുടച്ചിട്ടിരുന്ന് കഴിക്കുകയായിരുന്നു പരിപാടി അവിടെ ഇരുന്ന്. ബുദ്ധിയുണ്ട്. മനുഷ്യന്മാർ എന്ത് ചെയ്യണം അതേപോലെ തന്നെ ആശ അവിടെ ഇരുന്ന് ചെയ്യണേ. ഈ സാറ് ഇവിടുന്ന് ചാടാൻ നോക്കി. അപ്പൊ വന്ന ഗൈഡ് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ നല്ല അനുസരണമുള്ള കുട്ടിയായിട്ട് ഇരിക്കുന്ന കണ്ടോ. ഇത് കണ്ടോ, ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നു ജിറാഫ് വണ്ടി വരുന്ന ആൾക്കാർക്ക് ഫുഡ് കൊടുക്കാറുണ്ടെന്ന്. അതിങ്ങനെ കഴുത്ത് അകത്തിട്ടിട്ട് ഫുഡ് കൊടുക്കുന്നേ. ആൾക്കാർ പേടിച്ചു പോവും കാറി ഇരിക്കുന്നവർ. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു കുഞ്ഞു കുട്ടികളാകുമ്പോൾ പേടിച്ചു പോകും. അതാണ് അവർ കുഞ്ഞു കുട്ടികൾ അലൗഡ് അല്ല എന്ന് പറഞ്ഞേ. ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി ആനിമൽസിനെയൊക്കെ കണ്ട് സൈഡ് സീറ്റ്സ് ഫുള്ള് എടുക്കാൻ പറ്റിയില്ല. കാരണം ഫോണിൽ കുറച്ച് ചാർജ് ഉണ്ടായിരുന്നുള്ളൂ. മാക്സിമം പറ്റുന്നൊക്കെ കവർ ചെയ്തു. കുറേ ആനിമൽസിനെ കണ്ടു. ഹാപ്പി ഞാനും കൂടെ ഇരുന്ന് സൈഡ് സീന് ഹാപ്പി കാണിച്ചു കൊടുത്തുകൊണ്ട് പോയി. അതാണ് മെയിൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. ഇനി ഇന്ന് ഇത്രയേ ഉള്ളൂ. കുറച്ചുകൂടെ ആനിമൽസ് ഉണ്ട്, അവരെയും കൂടെ കണ്ടിട്ട് ഞങ്ങൾ റൂമിൽ പോകുന്നു. ബാലൻസ് റൈഡ്സ് നാളെ. ഇടയ്ക്കൊക്കെ ജിറാഫ് വന്ന് കാറിൽ കൂടെ പൊക്കോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഫുഡൊക്കെ എടുത്തു കൊടുക്കുന്നു. അതൊക്കെ കണ്ടു ഞങ്ങൾ. അതൊക്കെ അടിപൊളിയായിരുന്നു കാണാൻ. അത് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് അറിയാൻ പറ്റില്ല. അതിങ്ങനെ കുനിഞ്ഞ് നിൽക്കുന്നതായിട്ടേ അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ അത് കാറിൽ ഇങ്ങനെ ഉള്ളവർക്ക് ഫുഡ് കൊടുക്കുന്നതാണ് സംഭവം. അതൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അങ്ങനെ കുറേ പറ്റുന്നതൊക്കെ മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി നമ്മൾ കൂട്ടിൽ അടച്ചിട്ടിരിക്കത്തില്ല. ഇതിപ്പോൾ നമ്മൾ കണ്ടെല്ലാം ഓപ്പണിലിട്ടേക്കുന്ന അനിമൽസിനാണെങ്കിൽ നമ്മൾ കൂട്ടിൽ അടച്ചിട്ടേക്കുന്ന സാധനം ഉണ്ടല്ലോ, എന്നെ കാണാൻ പോവാണ്.
നമ്മളങ്ങനെ റൂമിലെത്തി ഒന്ന് ഫ്രഷൊക്കെ ആയിട്ട് ഡിന്നർ കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റിൽ 9 മണി വരെ ഉള്ളൂ. ഇപ്പം മണി 7 ആയി. 9 മണി വരെ ഉള്ളൂ റെസ്റ്റോറൻറ്റ്, അത് കഴിഞ്ഞ് ക്ലോസ് ആകും. സോ ഞാനൊന്ന് ഫ്രഷായി ഒന്ന് നൈറ്റ് ഡ്രസ്സൊക്കെ എടുത്തിട്ടപ്പോഴാണ് ഒന്നാള് സെറ്റായെന്ന് ഭയങ്കരമായിട്ട് എന്തെന്ന് പറയാം ഒന്ന് റിലാക്സ് ആയത്. ഒന്ന് കിടന്നിട്ട് ദാഴ്ച വീണ്ടും ഫുഡ് കഴിക്കാൻ പോകുന്ന ഡിന്നറ്. ഇതേപോലെ കുറേ ഹട്ടുണ്ട്, ഇങ്ങനെ ഹട്ട് മീൻസ് ഇങ്ങനത്തെ വീടുണ്ട്, കുറേ റൂംസ്. അതിൻ്റെ അകത്ത് തന്നെ 2 ബെഡ്റൂം, ഒരു ഹാള്, ഒരു കിച്ചണ്, ഒരു കോമൺ ടോയ്ലറ്റ് എല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഭവം. ഏതാണ്ട് ഒരു ഷോർട്ട് ട്രിപ്പിനൊക്കെ ഓക്കെയാണ്, അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഹാപ്പിനെ ഒന്ന് ഫ്രഷൊക്കെ ആക്കി സെറ്റ് ചെയ്ത് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി മെനു കാർഡ് അവിടെ പോയിട്ട് അറിയാം എന്താണെന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഉച്ചയ്ക്ക് ഉള്ള ഫുഡ് എനിക്ക് അത്രയ്ക്ക് സെറ്റ് ആയില്ല. സോ ഇനി വൈകുന്നേരം നോക്കട്ടെ എന്താ സംഭവം എന്നുള്ളത്. നടന്നാണ് പോകുന്നത് കുട്ടി. കെട്ടിയവനും ഹാപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ്. കെട്ടിയവൻ ഫോണിൽ വീട്ടിൽ സംസാരിക്കുകയാണ്. ഞാൻ പുറകെ ഇങ്ങനെ വ്ലോഗ് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടുണ്ട്, കൊള്ളാമല്ലേ സംഭവം. അപ്പോൾ ഇവിടെ കളിക്കാറുണ്ടെന്ന് തോന്നുന്നു പിള്ളേരൊക്കെ ഇങ്ങനെ ബാസ്കറ്റ് ബോളൊക്കെ വന്നിട്ട്. യെസ് പറഞ്ഞു തീർന്നതേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി ഇതാ വരുന്നു ബാസ്കറ്റ് ബോളൊക്കെ ഉണ്ട്. അങ്ങനെ റെസ്റ്റോറൻറ്റ് എത്തി ഗൈസ്, അകത്തോട്ട് കയറാൻ പോകുകയാണ്. നല്ല ലൈറ്റൊക്കെ ഉണ്ടല്ലേ കുട്ടി. ആഹാ അടിപൊളി, നല്ല തിരക്ക്, ഫുള്ള് തിരക്കാണ്. She's just saying bye. തകർത്ത് ഡിന്നർ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. പ്ലേറ്റ് ഫുള്ള് നല്ല അടിപൊളി കളർഫുള്ളായിട്ടിരിപ്പുണ്ട്. ഫുള്ള് ഇവിടെ ഇനി അടുത്ത് എന്തെടുക്കാം എന്ന് ആലോചിച്ചുകൊണ്ട് എനിക്ക് കാണാം. മതിയാ? ഷോ അങ്ങനെ പറയരുത്, മോശമായിപ്പോയി. അങ്ങനെ ഇവിടെ ഞങ്ങൾ വിജയകരമായ ഡേ 1 പൂർത്തിയാക്കിയിരിക്കുന്നു. അപ്പോൾ ബാലൻസ് ഡേ 2 അടുത്ത വീഡിയോ കാണാം. ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.